ഹായ് ഓൾ, എൻ്റെ പേര് അൻസറ. നവംബർ 20-നായിരുന്നു എൻ്റെ DHA ഫാർമസിസ്റ്റ് എക്സാം. അൽഹംദുലില്ലാ പാസ്സായി. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് പറയാനുള്ളത് ആൻഡോ സാറിനോടാണ്. ആൻഡോ സാറിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരുന്നു ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. സാറിൻ്റെ ക്ലാസ്സസിലൂടെ എക്സാമിന് വേണ്ട ഒരു ബേസിക് നോളജ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. താങ്ക് യു സർ. പിന്നെ എൻ്റെ സ്ട്രെങ്ത്തായ എൻ്റെ ഫാമിലി, താങ്ക് യു. പിന്നെ എനിക്ക് മെൻറ്ററായിട്ട് കിട്ടിയിരുന്നത് മറിയ മാമിനെയായിരുന്നു. മറിയ മാമും നമ്മൾ ഇപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് മാം പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. അതുപോലെ അമൽ സാറിൻ്റെ മെഡിസിനൽ കെമിസ്ട്രി ക്ലാസ്സസും ഹെൽപ്ഫുള്ളായിരുന്നു. താങ്ക് യു ആൾ. പിന്നെ എൻ്റെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സാമിന് ഈക്വലായിട്ട് അത് ഫാർമക്കോളജിയിൽ നിന്ന് നോൺ ഫാർമക്കോളജിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എക്സാം കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു, കാരണം 2 to 3 ക്വസ്റ്റ്യൻസ് മാത്രമേ ഫയലിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ 5 to 6 കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പഠിച്ചൊരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ സാറിൻ്റെ റെക്കോർഡ് ക്ലാസ്സസ് എല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് 2 times റെക്കോർഡ് ക്ലാസ് കേട്ടിട്ടുണ്ടാണ്. പിന്നെ മെറ്റീരിയൽസ് ഒരു 4 times കവർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഞാൻ മോക്ക് ടെസ്റ്റ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുമായിരുന്നു, കാരണം മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മാക്സിമം സ്പീഡിൽ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അത് എക്സാമിന് ഹെൽപ്ഫുള്ളായി തോന്നി ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. പിന്നെ ഒരു മോക്ക് ടെസ്റ്റിൽ സ്കോർ കുറവായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ആ ഒരു ചാപ്റ്റർ ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ മെറ്റീരിയൽ ഇമ്പോർട്ടൻറ്റ് ഫയൽസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, നമ്മൾ എക്സാമിന് പഠിക്കുമ്പം കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കലെന്ന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം എനിക്കൊന്നും ഇമ്പോർട്ടൻറ്റ് ഫയൽസൊന്നും എനിക്ക് അങ്ങനെ അധികം കാര്യമായിട്ട് ആകെ 2-3 ക്വസ്റ്റ്യൻസ് മാത്രമേ ഇമ്പോർട്ടൻറ്റ് ഫയൽസ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം വേറെ കാണാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് ആ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചുകൊണ്ടായിരിക്കണം എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിരുന്നത്. അപ്പം ഇനി എക്സാം എഴുതാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എക്സാമിന് മാക്സിമം നല്ല കൂളായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ടെൻഷനൊന്നും അടിക്കാണ്ട് മാക്സിമം കൂളായിട്ട് തന്നെ എക്സാമിന് പോവുക. പിന്നെ മോക്ക് ടെസ്റ്റ് എല്ലാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. പിന്നെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ്.